Hi all, welcome to Once Academy. In നമ്മൾ EET203 Measurements and Instrumentation ആണ് KTU question paper ഡിസ്കസ് ചെയ്യുന്നത്. കോഴ്സ് നെയിം Measurements and Instrumentation 3 hours exam ആണ്, 100 മാർക്കാണ്. ഡിസംബർ 2021 നടന്ന എക്സാം ആണ്, 2019 സ്കീമാണ്. ഇത് മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 3ൻ്റെ സിലബസ് ആണ് ക്ലാസിഫിക്കേഷൻ, മെഷർമെൻറ്റ് ഓഫ് ലോ, മീഡിയം ആൻഡ് ഹൈ റെസിസ്റ്റൻസ്, അമ്മീറ്റർ വോൾട്ടിമീറ്റർ മെത്തേഡ്, കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്, വീസ്റ്റൻസ് ബ്രിഡ്ജ്, പിന്നെ ലോസ് ഓഫ് ചാർജ്, മെഷർമെൻറ്റ് ഓഫ് എർത്ത് റെസിസ്റ്റൻസ് എല്ലാം, പിന്നെ ഇൻഡക്റ്റൻസ് മെഷർമെൻറ്റ്, അതിൻ്റെ പല ബ്രിഡ്ജുകൾ, കാലിബ്രേഷൻ ഓഫ് അമ്മീറ്റർ, വോൾട്ടിമീറ്റർ, വാട്ട് മീറ്റർ, പിന്നെ ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ കറൻറ്റ് DC മെഷർമെൻറ്റ്, അതിൻ്റെ മെത്തേഡ്സ് എല്ലാമാണ് മൊഡ്യൂൾ 3 വരുന്നത്. പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ കപ്പാസിറ്റൻസ് യൂസിങ് ഷെറിങ്സ് ബ്രിഡ്ജും ഹൗ ഹൈ വോൾട്ടേജ് ഇസ് ടെസ്റ്റഡ് യൂസിങ് സ്പിയർ ഗ്യാപ്പും. ഇത് രണ്ടുമാണ് പാർട്ട് എയിൽ വന്നിരിക്കുന്ന 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഷെറിങ്സ് ബ്രിഡ്ജ് കപ്പാസിറ്റൻസ് മെഷർമെൻ്റ് ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഡയഗ്രവും ഫേസർ ഡയഗ്രവും സർക്യൂട്ട് ഡയഗ്രവും അതിൻ്റെ ഡെറിവേഷനുമാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് വലുതാണെങ്കിലും ഇത് മൊത്തം ചെയ്താലാണ് നമുക്ക് 3 മാർക്സ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ആദ്യം ഈ ഡയഗ്രാം നമ്മൾ കാണാതെ പഠിച്ചിരിക്കേണ്ടതാണ്. ഷെറിങ്സ് ബ്രിഡ്ജിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാമാണിത്. C1 R1 ഉണ്ട്, R3 C2 R4 C4 വരുന്നുണ്ട്. E1 E2 E3 E4 നമ്മൾ എടുക്കുകയാണ്. സപ്ലൈ വോൾട്ടേജ് E ആണ്. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ E1 തന്നെയാണ് E2. അപ്പോൾ നമ്മൾ എടുക്കുകയാണ് I1. ഈ I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരക്കുകയാണെങ്കിൽ ഈ I1 തന്നെയാണ് എന്താണ് I1. കാരണം നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, ഈ I1 ഡ്രോപ്പ് I1 R1 ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും? ഇൻ ഫേസ് ആയിരിക്കും. I1 R1 ഇൻ ഫേസ് ടു I1 ആണ്. ഇനി അടുത്തതോ ഈ I4 വരുന്നത് ഇവിടെയാണ് അല്ലേ? ഇതാണ് I4 വരുന്നത്. അതിന് മുമ്പ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? I1 ഇൻറ്റു ജെ ഒമേഗ C1, I1 R1 നമ്മളെടുത്തു. I1 ഇൻറ്റു ബൈ ജെ ഒമേഗ C1 എങ്ങനെയാണ്? കറണ്ട് ലീഡ് ദ കപ്പാസിറ്റർ ആണ് അല്ലേ? അപ്പോൾ I1 ഇവിടെ ആണെങ്കിൽ I1 ബൈ ഒമേഗ C1 90 ഡിഗ്രി ലാഗ് ചെയ്ത് വരയ്ക്കുക. I1 ബൈ ഒമേഗ C1, I1 ബൈ ഒമേഗ C1ഉം I1 R1ഉം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് E1 കിട്ടുന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഫേസസ് സം എടുക്കുമ്പോഴാണ് നമുക്ക് E1 കിട്ടുന്നത്. ഈ E1 തന്നെയാണ് E2. E2ൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? I2 ബൈ ജെ ഒമേഗ C2, I2 ബൈ ഒമേഗ C2. അപ്പോൾ I2 കറണ്ട് എങ്ങനെയായിരിക്കും? ലീഡിങ് ദിസ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഏത് ഈ വോൾട്ടേജിനെ ലീഡ് ചെയ്യും. അതാണ് ഇത് I2. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? I2 കിട്ടി. ഇനി ഈ I2 എങ്ങനെയാണ്? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഈ I2 തന്നെയാണ് അണ്ടർ ബാലൻസ്ഡ് കണ്ടീഷൻ ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. സോ എന്താണ്? ഫുൾ കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യണം. ഈ I2 തന്നെ ആയിരിക്കും ഈ I4 ആയിട്ട് ഫ്ലോ ചെയ്യുന്നത്. ആ I2 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. IRും ഉണ്ട് ICയും ഉണ്ട്. ഈ I2ൻ്റെ അപ്പം IR കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് IR, അതാണ് ഇവിടെ I4 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇത് IR ആണ്. ഈ IR കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ R4 കൂടി പോകുന്ന കറണ്ട്. പിന്നെ IC കമ്പോണൻ്റ് ഉണ്ട്. പിന്നെ ഈ IC കമ്പോണൻ്റ് ഉണ്ട്. IC കമ്പോണൻ്റ് എന്തായിരിക്കും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ I2 അല്ലെങ്കിൽ ഈ I4 കിട്ടുന്നത്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലോ അതിലെ പോലെ ആക്കിയാൽ മതി. IR എന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. IR IC I2 തന്നെയാണ് I4ഉം വരുന്നത്, ബാലൻസ്ഡ് കണ്ടീഷൻ ആയത് കാരണം. ഇനിയിപ്പം അടുത്ത എന്താണ്? ഇവിടുത്തെ വോൾട്ടേജുകൾ നമ്മൾ എടുക്കണം. എങ്ങനെയാണ്? IR ഇൻറ്റു R4, IR ഇതാണ്. സോ IR ഇൻറ്റു R4 ഇവിടെ വന്നു. IR ഇൻറ്റു R4 വോൾട്ടേജിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡ് തന്നെയായിരിക്കും IC ബൈ ഒമേഗ C4. IC ബൈ ഒമേഗ C4 എങ്ങനെയായിരിക്കും? ICന് 90 ഡിഗ്രി ലാഗ് ചെയ്തിരിക്കും. അതാണ് IC ബൈ ഒമേഗ C4, E4. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ E4ഉം ഈ E3 ഈക്വലാണ്. E3ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? I1 ഇൻറ്റു R3. ഈ E4 E3 എല്ലാം ഈക്വലാണ്. ഈ E4ഉം ഈ E2 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്ക്
ഈ സപ്ലൈ വോൾട്ടേജ് ഇ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഫേസർ ഡയഗ്രാം ഈ സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ട് എല്ലാ ടേംസും എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആദ്യമേ I1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. I1 നിന്ന് I1 R1 എടുക്കുന്നു, I1 ഒമേഗ C1 എടുക്കുന്നു, E1 കണ്ടുപിടിക്കുന്നു. E1 തന്നെയാണ് E2 വരുന്നത്. അതിൽ നിന്നാണ് നമ്മൾ I2 കണ്ടുപിടിക്കുന്നത്. I2ൻ്റെ പിന്നെ സ്പ്ലിറ്റപ്പായിട്ട് 2 കറണ്ട് എടുക്കുന്നു, അതിൻ്റെ വോൾട്ടേജ് എടുക്കുന്നു, സപ്ലൈ വോൾട്ടേജിലേക്ക് നമ്മൾ എത്തുന്നു. അങ്ങനെ സർക്യൂട്ട് ഡയഗ്രാം ഫേസർ ഡയഗ്രാം ക്ലിയറായി. നമുക്ക് ഷെറിംഗ് ബ്രിഡ്ജിൻ്റെ കപ്പാസിറ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ എന്ത് വേണം? ഈ ഡെറിവേഷനാണ് ഇമ്പോർട്ടൻറ്റ്. എങ്ങനെയാണ് ഡെറിവേഷൻ വരുന്നത്? ഈ റെസിസ്റ്റൻസ് ഇൻറ്റു ഈ റെസിസ്റ്റൻസ് ഈക്വൽ ടു ഇതിൻ്റെ ഇത് R3/ωc2. ഇത് ആർക്കും സംശയമില്ല, R3/jωc2 അത് ഓക്കെയാണ്. ഇനി ഈ ഇവിടെ R1 + 1/jωc1 അതും ഓക്കെയാണ്. ഇനി ഇതോ R4ഉം C4ഉം പാരലാണ്. അപ്പം അതെങ്ങനെയാണ്? R4 × 1/jωc4 R1 R2/R1 + R2 ഇതല്ലേ ഇക്വേഷൻ. 2 റെസിസ്റ്റൻസ് പാരലാകുമ്പം അപ്പം എന്താ? R4/R4jωc4 + 1 jωc4 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാൻസലായി. അപ്പോൾ എന്താ? R4/1 + jωc4 R4 എല്ലാ ടേംസും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. R1 + 1/jωc1 ഇൻറ്റു R4 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ടേം ഇപ്പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ എന്താണ്? R3/jωc2 ഇൻറ്റു 1 + jωc4 R4. ഇനി എന്ത് ചെയ്യാണ്? റിയൽ ടേമും ഇമാജിനറി ടേമും സെപ്പറേറ്റ് ചെയ്യണം. R1 × R4. പിന്നെ ഇവിടെയോ R4 ഈ J ടേം മുകളിലാകുമ്പോൾ എന്താ? JR4/ωc1 ഇവിടെ ഒരു മൈനസ് കൊടുത്തു. ഇനി ഇതോ R3/ωc2 ഈ J ഡിനോമിനേറ്ററിലെ മുകളിലോട്ടാക്കിയപ്പോൾ -J വന്നു. ഇനി ഇതോ jω ക്യാൻസലായി. R3/R4C4/C2 എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ റിയൽ ടൈം ചെയ്യുമ്പോൾ എന്താ? R1 R4 ഈ ടേംസ് 2 ഇക്വേറ്റ് ചെയ്യുന്നു. R4 കട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ? R1ൻ്റെ ഒരു ഇക്വേഷൻ കിട്ടും, R3C4/C2 കിട്ടും. അതുകൂട്ട് ഈ ടേംസിൻ്റെ ഇമാജിനറി ടേംസ് ഇക്വേറ്റ് ചെയ്യുമ്പോഴോ R4 = R3/C2 × C1. നമുക്ക് വേണ്ടത് ഏതാ? ഷെറിംഗ് ബ്രിഡ്ജിൽ C2 വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. C2 = R3C1/R4. ഇപ്പം C1 R1ഉം C1ൻ്റെയും ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇത് വരുമ്പോൾ എന്ത് പറ്റും? C1 ആണെങ്കിലോ C1 = R3/R4 × C2. R1ൻ്റെ ഇക്വേഷനും കിട്ടുന്നു, C1ൻ്റെ ഇക്വേഷനും കിട്ടുന്നു. C2ൻ്റെ ടേംസിലാണെങ്കിൽ നേരെ ഈ ഇത് തിരിച്ചു വന്നാൽ C2ൻ്റെ ഇക്വേഷനായി. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷെറിംഗ് ബ്രിഡ്ജിൽ കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. C1 എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ഹൂസ് കപ്പാസിറ്റൻസ് ടു ബി മെഷേർഡ്. C1 ആണ് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാനുള്ളത്. അതാണ് C1ൻ്റെ ഇക്വേഷനിൽ എഴുതിയത്. R1 എന്താണ്? അതിൽ വരുന്നൊരു കപ്പാസിറ്ററിൻ്റെ ആ ലോസ് റെസിസ്റ്റൻസ്, ഒരു കണക്റ്റിംഗ് ലീഡിലൊക്കെ ഉള്ള റെസിസ്റ്റൻസ് ആണ് R1 സ്മോളിൽ കാണിച്ചിരിക്കുന്നത്. C2 എന്താണ്? സ്റ്റാൻഡേർഡ് കപ്പാസിറ്ററാണ്. R3 നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. പിന്നെ C4 എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ കപ്പാസിറ്ററാണ്. R4 എന്ന് പറഞ്ഞാൽ വേരിയബിൾ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. C4ന് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കപ്പാസിറ്റൻസ് മെഷർമെൻറ്റ് ഷെറിംഗ് ബ്രിഡ്ജ് കിട്ടി. ഓക്കെ. അപ്പോൾ ഇത് C1ൻ്റെ ടേംസിൽ തന്നെയാണ് എഴുതേണ്ട. ആ കപ്പാസിറ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. C2 എന്ന് പറഞ്ഞാലാണ് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ. ഹൗ ഹൈ വോൾട്ടേജ് ഈസ് ടെസ്റ്റഡ് യൂസിങ് സ്പിയർ ഗ്യാപ്പ്. സ്പിയർ ഗ്യാപ്പ് മെത്തേഡിൽ എങ്ങനെയാണ് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുന്നത്? ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. 2 സ്പിയേഴ്സ് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ഇടയിൽ ഹൈ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുമ്പം ഇവിടുത്തെ എയർ ബ്രേക്ക് ഡൗൺ ആയിട്ടൊരു സ്പാർക്ക് വരും. ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The breakdown voltage of a spare gap between two metal spheres may be used to measure voltages up to highest encountered in high voltage testing.
The normal arrangement consists of two equal sized polished aluminum or aluminum alloy spheres separated by an air gap. The spheres are usually mounted vertically one above the other with lower sphere, lower and higher voltage provided. The voltage between two spheres is raised until a spark passes between the two spheres. The value of voltage required to spark over depends upon the dielectric strength of air. The size of spheres and distance. അപ്പം ഈ ബ്രേക്ക് ഡൗൺ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവിടുത്തെ എയറിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത്തിനെ, ആ സ്പിയറിൻ്റെ സൈസിനെ, ആ എന്തോരം ഡിസ്റ്റൻസിലാണ് ആ സ്പിയേഴ്സ് വെച്ചിരിക്കുന്നത്, അങ്ങനത്തെ എല്ലാ ഫാക്ടേഴ്സിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു കാലിബ്രേഷൻ ടേബിൾ പ്ലോട്ട് ചെയ്യും. എന്താണ്, വിത്ത് ഡിഫറൻറ്റ് സൈസ് ഓഫ് സ്പിയേഴ്സ്, ഡിഫറൻറ്റ് ഗ്യാപ്പ് ലെങ്ത്തിൽ, പല കണ്ടീഷനിലും ഓഫ് ടെമ്പറേച്ചറും പ്രഷറിലും നമ്മളൊരു ടേബിൾ വരക്കും. എന്നിട്ട് ഓരോ തവണത്തെ ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷനിൽ നമ്മൾ ടേബിൾ പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാല്യൂ കണ്ടുപിടിക്കുന്നത്. കാലിബ്രേഷൻ ടേബിൾ ഗീവ് ദ RMS വാല്യൂ ഓഫ് സ്പാർക്ക് ഓവർ വോൾട്ടേജ്. ടു ഒബ്റ്റെയിൻ പീക്ക് വാല്യൂ ഇടണമെങ്കിൽ എന്ത് ചെയ്യണം, √2 ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് സ്പിയർ ഗ്യാപ്സ് മേ ബി കൺവീനിയൻ്റ്ലി യൂസ്ഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് വേവ്. ഇപ്പം അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. രണ്ട് സ്പിയർ പ്രൊവൈഡ് ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ സ്പാർക്ക് വരുന്നു, ആ വോൾട്ടേജാണ് ആ ഹയസ്റ്റ് വോൾട്ടേജ്. ദ മെത്തേഡ് ഈസ് സിമ്പിൾ ആൻഡ് പീക്ക് വോൾട്ടേജ് മേ ബി ഒബ്റ്റെയിൻഡ് ബൈ ഒബ്സർവിങ് സ്പാർക്ക് ഓവർ. ആ സ്പാർക്ക് ഓവറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാലിബ്രേഷൻ ടേബിൾ റെഫർ ചെയ്താൽ മതി. ഇത് എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് ഓഫ് വോൾട്ടേജ് ഇൻ സർജ് ടെസ്റ്റിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യും. ഡിസഡ്വാൻറ്റേജ് എന്താണ്, കണ്ടിന്യൂസ് റെക്കോർഡ് ഓഫ് മെഷർമെൻറ്റ് കിട്ടുന്നില്ല. നമ്മൾ ആ ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു വോൾട്ടേജേ കിട്ടുന്നുള്ളൂ. വോൾട്ടേജ് മെഷർമെൻറ്റ് ക്യാരിഡ് ഔട്ട് ബൈ സ്പിയർ ഗ്യാപ്പ്. സ്യൂട്ടബിൾ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. ഹൈലി അക്യുറേറ്റ് മെത്തേഡ് അല്ല, പക്ഷേ ഹൈ വോൾട്ടേജ് ടെസ്റ്റിങ്ങിന് ഈ ഒരു മെത്തേഡ് ഓഫ് അക്യുറസി ഇനഫാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. ഇനി പാർട്ട് ബി വരുമ്പം 2 ക്വസ്റ്റ്യൻ ആണ്, 40 മാർക്സ് ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്. പിന്നെ ഡ്രോ ദ സർക്യൂട്ട് ആൻഡ് ഫേസർ ഡയഗ്രാം ഓഫ് മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്. അൺനോൺ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. 16th ക്വസ്റ്റ്യനോ മെഗറിൻ്റെ വർക്കിങ്ങും പിന്നെ DC പൊട്ടൻഷ്യോമീറ്ററുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് നോക്കാം. സോ 15th ക്വസ്റ്റ്യനിലെ A, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഡയഗ്രാം എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്. അപ്പോൾ കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ സ്മോൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ്. ആ റെപ്രസെൻ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ ലീഡ് ദാറ്റ് കണക്ട് ദ ഈ അൺനോൺ റെസിസ്റ്റൻസ് R-ഉം സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് S-ഉം തമ്മിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു ലീഡ്, ആ കണക്റ്റിംഗ് ലീഡിലൊരു റെസിസ്റ്റൻസ് ആണ്. അതാണ് ഈ സ്മോൾ ലെറ്റർ R ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് 2 രീതിയിൽ ഇത് കണക്ട് ചെയ്യാം. ഈ ഗാൽവനോമീറ്റർ പോയിൻ്റ് ഈ R-ൻ്റെ എവിടെ വേണേലും കണക്ട് ചെയ്യാം. M-ലും കണക്ട് ചെയ്യാം, N-ലും കണക്ട് ചെയ്യാം. M-ലാണ് കണക്ട് ചെയ്യുന്നതെങ്കിലോ ഈ കണക്റ്റിംഗ് ലീഡ് റെസിസ്റ്റൻസ് എല്ലാം സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അൺറോൾഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്താകും, ലോ വാല്യൂ ആകും. ഇനി അത് N-ലാണ് കണക്ട് ചെയ്യുന്നതെങ്കിലോ റെസിസ്റ്റൻസ് ഈ R-ൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഈ ക്യാപിറ്റൽ ലെറ്റർ R-ൽ ആഡ് ചെയ്യും. അപ്പം ഒരു ഹൈ വാല്യൂ ആയിരിക്കും കാണിക്കുന്നത്. അതാണ് അപ്പോൾ കണക്റ്റിംഗ് ലീഡിൻ്റെ ഈ കണക്റ്റിംഗ് ലീഡിലുള്ള റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഇറർ തരുന്നുണ്ട്. നമ്മൾ നോക്കുകയാണ്, ഒരു D എന്നുള്ള പോയിന്റിലാണ് ഗാൽവനോമീറ്റർ വെച്ചപ്പം നമുക്ക് എന്താണ് അത് നൾ ഡിഫ്ലക്ഷൻ കാണിച്ചതെങ്കിൽ R+ ഈ ഇത്രയും R1 എടുക്കുകയാണെങ്കിൽ R+R1 എന്ന് പറഞ്ഞാൽ P/Q × S+R2. P × S = R × Q ആണ് അല്ലേ. അപ്പോൾ R = P/Q × S ആണ്. അതാണ് P/Q × S. S എന്ന് പറഞ്ഞാൽ S+R2 കൂടി വരും. അപ്പം R1/R2 ഈക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, P/Q എന്ന് കിട്ടും. അപ്പം നമ്മളത് സോൾവ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണിത്. അപ്പം ഇതല്ല ഇമ്പോർട്ടൻ്റ്. കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജിലേക്ക് നമ്മളിനി പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്. അപ്പം ഇവിടെ കണ്ടോ, ഈ R-ൻ്റെ എഫക്റ്റ് കളയാനായിട്ട് നമ്മളൊരു ഡബിൾ ബ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. സ്മോൾ ലെറ്റർ Pയും സ്മോൾ ലെറ്റർ Qയും. ഈ ക്യാപിറ്റൽ P/Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ P/Qന് ഈക്വൽ ആകുമ്പോഴാണ് നമുക്ക് ഈ R-ൻ്റെ എഫക്റ്റ്
കളയാൻ പറ്റുന്നത്. അതെങ്ങനെയാണ് എന്നാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ദ കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് ഇൻകോർപ്പറേറ്റ്സ് ദ ഐഡിയ ഓഫ് എ സെക്കൻഡ് സെറ്റ് ഓഫ് റേഷ്യോ ആം. ദ ഫസ്റ്റ് റേഷ്യോ ആമാണ് ക്യാപിറ്റൽ പിയും ക്യൂവും. സെക്കൻഡ് സെറ്റ് എന്താണ്? സ്മോൾ ലെറ്റർ പിയും ക്യൂവും. ആൻഡ് ഈസ് യൂസ് ടു കണക്റ്റ് ആ ഗാൽവനോമീറ്റർ പോയിന്റ് ഡിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നൾ ഡിഫ്ലക്ഷൻ കിട്ടുന്നത് എപ്പോഴാണ്? ഈ പോയിന്റും ഇതും ഈ എ ബി ഈക്വൽസ് ടു ഈ എ എം ഡി. ഈ ഒരു കണ്ടീഷനിലാണ് എന്ത് നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഈ എ ബി ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ഈ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വോൾട്ടേജ് ഈ എ സി എടുക്കുക. ഈ എ സിനെ പി ബൈ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ എ ബി കിട്ടും. ഇനി ഈ എ സി എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ഈ എ സി എന്താണ്? ഐ ഇൻറ്റു ആർ. നമുക്കിവിടെ ഐ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഐ ഇൻറ്റു ആർ, ഐ ഇൻറ്റു ആർ പ്ലസ് ഇവിടെ കൂടിയുള്ള ഡ്രോപ്പ് അതെത്രയാണ്? ക്യാപിറ്റൽ ലെറ്റർ കറണ്ട് ഐ എന്ത് ചെയ്യും? ഇവിടെ കൂടി ഫ്ലോ ചെയ്യും, ഇവിടെ കൂടി ഫ്ലോ ചെയ്യും. അപ്പോൾ എന്താണ്? ഇങ്ങനെയാണ് ഫ്ലോ. ഇവിടെ കറണ്ട് 0 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്താ? റെസിസ്റ്റൻസ് ഓഫ് ദ അതർ പാത്ത് പി പ്ലസ് ക്യൂ, റെസിസ്റ്റൻസ് ഓഫ് ദ അതർ പാത്ത് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഇനി എന്താ? ഇവിടുത്തെ ഇൻറ്റു ഈ സ്മോൾ റെസിസ്റ്റൻസ് ആർ. ഇനി പ്ലസ് ഐ ഇൻറ്റു എസ്. അപ്പം എന്താണ്? ഈ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇൻറ്റു ആർ പ്ലസ് എസ് പ്ലസ് പി പ്ലസ് ക്യൂ ഇൻറ്റു ആർ ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആർ. അതാണ് ഈ എ സി കിട്ടിയത്. ഈ എ സി ബൈ പി പ്ലസ് ക്യൂ ഇൻറ്റു പി ചെയ്താലാണ് നമുക്ക് ഈ എ ബി കിട്ടുള്ളൂ. എ സി ഇൻറ്റു പി ബൈ പി പ്ലസ് ക്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ എ ബി കിട്ടുന്നത്. ഈ എ ബിനോട് എന്താണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത്? ഈ എ എം ഡിയിലെ അല്ലേ? ഈ എ എം ഡി എന്താണെന്ന് നോക്കാം. ഈ എ എം ഡി എന്താ? ഐ ഇൻറ്റു ആറുണ്ട് പ്ലസ് ഐ ഇൻറ്റു നേരത്തെ കൂട്ട് റെസിസ്റ്റൻസ് ഓഫ് ദ അതർ പാത്ത് എടുക്കണം അല്ലേ? ആർ ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആർ ഇൻറ്റു സ്മോൾ ലെറ്റർ പി. ഇത്രയാണ് ഈ എ എം ഡി വരുന്നത്. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യണം. അപ്പം തന്നെ ഐ ക്യാൻസലായി അല്ലേ? ഇവിടുന്ന് ഐ കോമൺ എടുത്തു, ഇവിടുന്ന് ഐ കോമൺ എടുത്തു. അപ്പം ബാക്കി എന്ത് ടേമാണ് ഉള്ളത്? ആർ പ്ലസ് ആർ പി ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആർ ഈക്വൽസ് ടു ആർ പ്ലസ് എസ് പ്ലസ് പി പ്ലസ് ക്യൂ ഇൻറ്റു ആർ ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആർ ഇൻറ്റു പി ബൈ പി പ്ലസ് ക്യൂ. ഇത് തന്നെയല്ലേ നമുക്ക് അപ്പുറത്ത് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഐ ഇൻറ്റു ആർ പ്ലസ് ആർ പി ബൈ പി പ്ലസ് ക്യൂ, ആർ പ്ലസ് ആർ പി ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആർ, ആർ പ്ലസ് പി ആർ ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആർ ഈക്വൽസ് ടു പി ബൈ പി പ്ലസ് ക്യൂ, പി ബൈ പി പ്ലസ് ക്യൂ, ആർ പ്ലസ് എസ് പ്ലസ് പി പ്ലസ് ക്യൂ ഇൻറ്റു ആർ ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആർ. നമുക്ക് ഈ ടേം വരെ നമ്മളെത്തി ഡിറൈവ് ചെയ്ത്. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇത് സോൾവ് ചെയ്യണം. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ? നമുക്ക് ഐ പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്തു. പിന്നെ എന്താ ഉള്ളത്? നമുക്ക് സോൾവ് ചെയ്യാം. ആറാണ് നമുക്ക് എടുക്കേണ്ടത്. പി ബൈ പി പ്ലസ് ക്യൂ, പി ബൈ പി പ്ലസ് ക്യൂ ഇൻറ്റു ആർ പ്ലസ് എസ് പി പ്ലസ് ക്യൂ ആർ ബൈ പ്ലസ് ക്യൂ പ്ലസ് ആർ ഈക്വൽ ടു ആർ പ്ലസ്
ഇനി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ പി പ്ലസ് ക്യൂ റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ പി ആർ പ്ലസ് പി എസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ പി ഇൻറ്റു പി പ്ലസ് ക്യൂ ആർ ബൈ which is equal to ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. ഇനി എന്ത് ചെയ്യാണ്, നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് ആറാണ് വേണ്ട. ആറിൻ്റെ ടേംസ് എല്ലാം റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. പി ആർ, ഇവിടെയും പി ആർ വരുന്നുണ്ട്. ആ രണ്ട് ടേമും നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. പി ആർ 0 ആയി, ഇവിടുത്തെ പിയും ആറും അത് ഓക്കെ ആയി. ബാക്കിയുള്ളത് എന്താണ്, ക്യൂ ആറാണ്. ആ റൈറ്റ് സൈഡ് നമ്മൾ ലെഫ്റ്റ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ക്യൂ ആർ ഈക്വൽസ് ടു എന്താണ് ടേംസ് വരുന്നത്, പി എസ് പ്ലസ് ക്യാപിറ്റൽ ലെറ്റർ പി. ക്യാപിറ്റൽ ലെറ്റർ പി കോമൺ ആയിട്ട് എടുക്കാം, ഇവിടെയും പി ഉണ്ട് അല്ലേ. അപ്പോൾ അതെടുക്കുകയാണെങ്കിൽ എന്താ, പി പ്ലസ് ക്യൂ ഇൻറ്റു ആർ ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആർ. ഇത് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ മൈനസ് പി ആണ് നമ്മളെടുത്തത്. അപ്പോൾ പീൻ്റെ ടേംസ് പി ആർ ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആർ. ഇനി ഒരു ടേമും കൂടി നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം. ഏതാണ്, ക്യൂവിൻ്റെ ടേം അല്ലേ. മൈനസ് ക്യൂ പി ആർ ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആറും കൂടി കൊണ്ടുവരണം. പി എസ് എടുത്തു, പീൻ്റെ ടേംസ് എടുത്തു, ഇപ്പുറത്തുനിന്ന് നമ്മൾ രണ്ട് ടേമും ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. നമുക്ക് സോൾവ് ചെയ്യാം. ആർ ഇസ് ഇക്വൽ ടു പി ബൈ ക്യൂ ഇൻറ്റു എസ്. ഇനി അടുത്തത് പി ബൈ ക്യൂ ഇൻറ്റു പി പ്ലസ് ക്യൂ പ്ലസ് ആറ് കോമൺ ആണ്. അപ്പോൾ പി ആറ് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എന്താ, ക്യൂ ആർ ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആറ് വന്നു. അപ്പോൾ ഈ ടേം സോൾവ് ആയല്ലോ. ഇനി ക്യൂവും ഈ ക്യൂവും ക്യാൻസലായി കഴിയുമ്പോൾ ബാക്കി എന്താ ഉള്ളത്, പി ആർ മാത്രം അല്ലേ. പി ആർ ബൈ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്, പി ബൈ ക്യൂ നമ്മളിവിടെ എന്താണ് ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്കും പി ബൈ ക്യൂ ഇൻറ്റു എസ് ഉണ്ട്, പിന്നെ ഓക്കെ പി ബൈ ക്യൂ ഇൻറ്റു എസ് പ്ലസ് ക്യൂ ആർ ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആറ് കോമൺ എടുക്കുകയാണ്. അതിനെന്ത് ചെയ്യണം, ഇവിടെ ഒരു ക്യൂ മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ ഒരു ക്യൂ തന്നെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്താ, ക്യൂ ആർ ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആറ് കോമൺ എടുക്കാം. അത് കോമൺ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ബാക്കി ബ്രാക്കറ്റിൽ വരുന്നത്, ക്യാപിറ്റൽ പി ബൈ ക്യൂവും വരും, ഇവിടെ ഒരു സ്മോൾ ലെറ്റർ പി ബൈ ക്യൂ വരും അല്ലേ. ക്യൂ ആർ നമ്മൾ എടുത്തു, കോമൺ ആയിട്ട് എടുത്തു, ബാക്കി ഇത് മാത്രം വരും. അപ്പോൾ ഇതാണ് അൺനോൺ റെസിസ്റ്റൻസ് ആറിൻ്റെ ഫൈനൽ ഇക്വേഷൻ വരുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പി ബൈ ക്യൂ ഇൻറ്റു എസ് പ്ലസ് ക്യൂ ആർ ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആർ ഇൻറ്റു പി ബൈ ക്യൂ ബൈ മൈനസ് പി മൈനസ് ക്യൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്, ക്യാപിറ്റൽ പി ബൈ ക്യൂവും സ്മോൾ ലെറ്റർ പി ബൈ ക്യൂവിൻ്റെയും റേഷ്യോ ഈക്വൽ ആണെങ്കിൽ എന്താണ്, അൺനോൺ റെസിസ്റ്റൻസ് ആറിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതാണ് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് മെത്തേഡ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിൻ്റെ അകത്ത് ബി പാർട്ടാണ് 7 മാർക്സിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ സർക്യൂട്ട് ആൻഡ് ഫേസർ ഡയഗ്രാം ഓഫ് മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് ആൻഡ് ഡെറൈവ് ദ എക്സ്പ്രഷൻ ഫോർ അൺനോൺ ഇൻഡക്റ്റൻസ്. നേരത്തെ ഷെറിങ്സ് ബ്രിഡ്ജ് ചെയ്ത പോലെ തന്നെ ഈ സർക്യൂട്ട് ഡയഗ്രാം കാണാതെ പഠിക്കുക. അത് വെച്ചിട്ട് നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ്, R1 L1 ഉണ്ട്, R2 L2 ഉണ്ട്, R4 R3. നമ്മളെന്താണ് നേരത്തെ പോലെ തന്നെ I1, ഈ കറൻറ്റ് I1 ആണ് നമ്മൾ ഇൻ ഫേസ് ആയിട്ട് എടുക്കുന്നത്. I1 തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ I2യിലേക്ക് I3യിലേക്ക് പോകുന്നത്. അപ്പം ഇത് I1 ഈക്വൽ ടു എന്താണ്, I3 ആണ് അല്ലേ. ഇനി അടുത്തത് ഈ I1 എന്താണ്, I1 R1 എന്തായിരിക്കും, ഇൻ ഫേസ് ആയിരിക്കും. അതാണ് ഇവിടെ I1 R1 ഇൻ ഫേസ് ആണ്. ഇനി ഇവിടെ അടുത്ത വോൾട്ടേജ് എന്താണ്, I1 ഒമേഗ L1 ആണ്.
ഇൻഡക്റ്റൻസിൽ എങ്ങനെയാണ് കറണ്ട് ലാഗ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രിയാണ്. അപ്പോൾ എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും I1 ഒമേഗ L1 വരുന്നത്. I1 ഒമേഗ L1. അപ്പോൾ എന്താണ് I1 R1ഉം I1 ഒമേഗ L1ഉം കൂടി ചെയ്യുമ്പോൾ എന്ത് കിട്ടി? E1 കിട്ടി. ആ E1 തന്നെയാണ് ഇവിടുത്തെ E2. ഇനി സപ്ലൈ വോൾട്ടേജ് E കിട്ടണമെങ്കിൽ E2 പ്ലസ് E4ഓ E3ഓ നമ്മൾ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ E4ഉം E3യും സെയിം ആണ്. ഈ E3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? I1 ഇൻറ്റു R3 ആണ്. I1 ഇവിടെ ഉണ്ട്. അപ്പോൾ I1 ഇൻറ്റു R3. E3 ഈസ് ഈക്വൽ ടു E4 ഈസ് ഈക്വൽ ടു I1 ഇൻറ്റു R3, അല്ലെങ്കിൽ നമുക്കിവിടെ പറയാം I2 ഇൻറ്റു R4 അല്ലേ? അല്ലെങ്കിൽ I4 ഇൻറ്റു R4 ആണ്. അപ്പോൾ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി? സപ്ലൈ വോൾട്ടേജ് E കിട്ടി. ഇനി ഇവിടെ നമ്മൾ ഈ I2 ഇൻറ്റു R4, ഈ E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഇല്ലേ? E2 എവിടെയാണ് വരുന്നത്? ഇവിടെ അല്ലേ? ഈ E2 E1ഉം E2ഉം നമ്മളിവിടെ ഈക്വൽ ആണെന്ന് പറഞ്ഞു. ആ E2ൻ്റെ തന്നെ ഒരു ഇക്വേഷൻ I1 ഇൻറ്റു R1 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമുക്ക്. നോക്കൂ, ഇവിടെ E1ഉം E2 ഈക്വൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും E1ഉം E2 ഈക്വൽ വരുന്നത്? ഈ E1ൽ വരുന്നത് എന്താണ്? I1 ഇൻറ്റു R1 പ്ലസ് I1 ഇൻറ്റു ഒമേഗ L1ഉം ഇവിടെ E2ൽ വരുന്നത് I2 ഇൻറ്റു R2 പ്ലസ് ക്യാപിറ്റൽ R2ഉം I2 പ്ലസ് ഒമേഗ L2 ആണ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആവണ്ടേ? അതുകൊണ്ടാണ് I1 R1 ഇസ് ഈക്വൽ ടു I2 ഇൻറ്റു R2 പ്ലസ് സ്മോൾ R2 എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഈ I1 ഇൻറ്റു ഒമേഗ L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? I2 ഇൻറ്റു ഒമേഗ L2 ആയിരിക്കും. അങ്ങനെ വന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഫേസർ ഡയഗ്രാം സെയിം ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ആ സർക്യൂട്ട് ഡയഗ്രത്തിൽ നിന്ന് ഫേസർ ഡയഗ്രത്തിലെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഇതിൻ്റെ അൺനോൺ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ കൂട്ട് തന്നെ സോൾവ് ചെയ്യാം. R1 പ്ലസ് ജെ ഒമേഗ L1 ഇൻറ്റു R4 ഈക്വൽസ് ടു R3 ഇൻറ്റു R2 പ്ലസ് സ്മോൾ R2 പ്ലസ് ജെ ഒമേഗ L2. ഇനി എന്ത് ചെയ്യണം? റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യണം. R1 R4 സിക്കൽ ടു R3 ഇൻറ്റു R2 പ്ലസ് സ്മോൾ R2. R1 അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ എന്താ? R3 ബൈ R4 ഇൻറ്റു R2 പ്ലസ് R2 കിട്ടി. ആ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്തത് ഒമേഗ L1 ഇൻറ്റു R4 ഈക്വൽ ടു R3 ആണ് കേട്ടോ. ഇത് R3 ഇൻറ്റു ഒമേഗ L2. L1 ആണ് നമുക്ക് വേണ്ടത്. ഒമേഗ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ R3 L2 ബൈ R4. R3 L2 ബൈ R4. നമ്മളുടെ ഇക്വേഷൻ L1 കിട്ടി. ഇതാണ് അൺനോൺ ഇൻഡക്റ്റൻസ് വാല്യൂ മാക്സ്വെൽസ് ബ്രിഡ്ജ് വെച്ച് നമ്മൾ മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് വെച്ച് അൺനോൺ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ മെഗർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ഡയഗ്രാം. അപ്പം മെഗറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഒരു ഹാൻഡ് ഡ്രിവൺ ജനറേറ്റർ ഉണ്ട്. അത് വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ആ വോൾട്ടേജിന് പ്രൊപ്പോർഷനായിട്ടുള്ള ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് 2 വോൾട്ടേജ് കോയിലും ഒരു കറണ്ട് കോയിലും ആണുള്ളത്. ഇവിടെ ഒരു ആനുലാർ സർക്കുലർ റിംഗ് ഉണ്ട്. അപ്പം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ദ കറണ്ട് കോയിൽ is similar to PMMC instrument. There are 2 potential coils V1 and V2. ഈ റെസിസ്റ്റൻസ് R is equal to V by I എന്നുള്ള റേഷ്യോയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. The voltage coil V1 embraces the annular magnetic core. നമ്മൾ ആ ഫിഗറിൽ കണ്ടു. The torque exerted by voltage coil increases as it moves into stronger field. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? അത് സ്ട്രോങ്ങർ ഫീൽഡിലേക്ക് പോകുമ്പോഴാണ്. ഏത്? വോൾട്ടേജ് കോയിൽ സ്ട്രോങ്ങർ ഫീൽഡിലേക്ക് പോകുമ്പോഴാണ് ടോർക്ക് എക്സേർട്ട് ചെയ്യുന്നത് മാക്സിമം ആവുന്നത്. സ്ട്രോങ്ങർ ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? അവിടെ കറണ്ട് മാക്സിമം ആണ്. കറണ്ട് കൂടുമ്പോൾ എന്താണ്? റെസിസ്റ്റൻസ് കുറവാണ്.
അപ്പം അപ്പോഴാണ് ഇത് മാക്സിമം ടോർക്ക് വരുന്നതെന്നാണ് പറയുന്നത്. നോക്കൂ, മാക്സിമം നമ്മൾ നേരത്തെ പറഞ്ഞു റെസിസ്റ്റൻസ് കുറവാണ് വേണ്ടതല്ലേ. അപ്പം എന്താണ് മാക്സിമം ടോർക്ക് വരുമ്പോഴാണ് ഇത് ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഇതാണ് ഇതിൻ്റെ ഫൈനൽ പൊസിഷൻ. ഇതെന്താണ്? ഇതാണ് ഇനിഷ്യൽ പൊസിഷൻ. ഇനിഷ്യൽ പൊസിഷൻ ഇൻഫിനിറ്റിയും ഫൈനൽ പൊസിഷൻ സീറോയും. അപ്പോൾ ഇനിഷ്യലി അത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. കറണ്ട് കൂടുന്നതനുസരിച്ച്, കറണ്ട് കൂടുമ്പം അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നതനുസരിച്ചായിരിക്കും എന്ത് ഫൈനൽ പൊസിഷനിലേക്ക് പോയിൻ്റർ മൂവ് ചെയ്യുന്നത്. When it is under the pole face and under this condition the pointer at its zero end of resistance scale. അങ്ങനെയാണ് അത് പോയിൻ്റർ സീറോ പോയിന്റിലേക്ക് വരുന്നത്. In order to modify further another voltage coil, V1 വോൾട്ടേജ് കോയിൽ മാത്രമല്ല, അതൊന്ന് കുറച്ചൊരു മോഡിഫൈ ചെയ്യാൻ ഒരു വോൾട്ടേജ് കോയിൽ, അതാണ് V2. This coil is also located that it moves into stronger field as the pointer moves from infinity to zero position. നേരത്തെ പോലെ തന്നെ ഇൻഫിനിറ്റി ടു സീറോ പൊസിഷനിലേക്ക് പോകുമ്പോൾ അതെന്ത് ചെയ്യാണ്? സ്ട്രോങ്ങർ ഫീൽഡിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് ഈ പോയിൻ്റർ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ടു വോൾട്ടേജ് കോയിൽസ് ആർ കൺസിഡേർഡ് ആസ് ദോ ദ കോയിൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ സ്പ്രിങ് ഓഫ് വേരിയബിൾ സ്റ്റിഫ്നെസ്. ഒരു വേരിയബിൾ സ്റ്റിഫ്നെസ് ഉള്ള സ്പ്രിങ് ആണ് അതിൻ്റെ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വെരി സ്റ്റിഫ് എവിടെ ആയിരിക്കും? നിയർ സീറോ എൻഡ് ഓഫ് ദ സ്കെയിൽ. വെറാസ് ദ കറണ്ട് ഓഫ് ദ കറണ്ട് കോയിൽ ഈസ് വെരി ലാർജ്. കറണ്ട് വളരെ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറവാണ്, അപ്പോഴാണ് സീറോ പോയിന്റിൽ വരേണ്ടത്. ആ പോയിന്റിൽ എങ്ങനെയായിരിക്കും? ഹൈ സ്റ്റിഫ്നെസ് ആയിരിക്കും സ്പ്രിങ്ങിനുണ്ടാകുന്നത്. ആൻഡ് വെരി വീക്ക് നിയർ ടു ഇൻഫിനിറ്റി എൻഡ് ഓഫ് ദ സ്കെയിൽ വേർ കറണ്ട് ഇൻ ദ കറണ്ട് കോയിൽ ഈസ് വെരി സ്മോൾ. കറണ്ട് കുറവായിരിക്കുന്ന സമയത്ത് എന്താണ്? റെസിസ്റ്റൻസ് മാക്സിമം ആണ്, അത് ഇൻഫിനിറ്റി പൊസിഷനാണ്, അവിടെ ആയിരിക്കും സ്റ്റിഫ്നെസ് കുറവ്. സ്റ്റിഫ്നെസ് മാക്സിമം ഉണ്ടാകുന്നത് പോയിൻ്റിൻ്റെ എൻഡിൽ വരുമ്പോഴാണ്. ദ വോൾട്ടേജ് റേഞ്ച് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ വോൾട്ടേജ് സെലക്ടർ സ്വിച്ച്. ഈ ഹാൻഡ് ഡ്രിവൺ ജനറേറ്റർ വെച്ച് വോൾട്ടേജ് ഉണ്ടാകുന്നത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു സെലക്ടർ സ്വിച്ച് ഉണ്ടാകും. ദ ടെസ്റ്റ് വോൾട്ടേജ് ഏതൊക്കെ ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്? ഈ 3 വോൾട്ടേജാണ്. ഇതല്ലാണ്ട് 1500 ഒക്കെ ഉണ്ട്. കോമൺലി പ്രൊവൈഡ് ചെയ്യുന്നത് 500, 1000 ആൻഡ് 2500 വോൾട്ടിൻ്റെയാണ്. ആർ ജനറേറ്റഡ് ബൈ എ ഹാൻഡ് ക്രാങ്ക് ജനറേറ്റർ G. ഇതാണത്. A centrifugal switch is incorporated in the generator drive mechanism which slips at a predetermined speed so that the constant voltage is applied for insulation under test. ഇതാണ് ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്. ആ കോൺസ്റ്റൻറ്റ് വോൾട്ടേജിന് പ്രൊപ്പോർഷനായിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് ഈ പോയിൻ്റർ മൂവ് ചെയ്യുന്നത്. ഇതാണ് മെഗറിൻ്റെ വർക്കിംഗ്. ഇവിടെയാണ് നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്. ഈ അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഈ സർക്യൂട്ട് വോൾട്ടേജ് കോയിൽ വഴി കണക്ഷൻ വരുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ആണെങ്കിലോ, ഇവിടെ ഒന്നുമില്ല, ഇതൊന്നും കണക്ട് ചെയ്തിട്ടില്ല, ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ പൊസിഷനായിട്ടുള്ള ഈ ഇൻഫിനിറ്റിയിൽ നിൽക്കും. റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോഴാണ് അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ കാണിക്കുന്നത്. ഷോർട്ട് ചെയ്യുമ്പോഴായിരിക്കും സീറോയിലേക്ക് പോയിൻ്റർ കാണിക്കുന്നത്. അപ്പം വാട്ട് ഈസ് DC പൊട്ടൻഷ്യോമീറ്റർ? എക്സ്പ്ലെയിൻ ദ കാലിബ്രേഷൻ ഓഫ് അമ്മീറ്റർ ആൻഡ് വോൾട്ടിമീറ്റർ യൂസിങ് ഇറ്റ് വിത്ത് നീഡ് ഡയഗ്രാം. അപ്പോൾ ആദ്യം എന്താണ് DC പൊട്ടൻഷ്യോമീറ്റർ എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു DC പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വർക്കിംഗ് പറയുന്നത്. എങ്ങനെയാണ്? ഒരു സ്ലൈഡ് വയർ പൊട്ടൻഷ്യോമീറ്ററാണ്. ഇതൊരു ബാറ്ററിയാണ്. ഇവിടെ ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് സെല്ലുണ്ട്. ഇതാണ് നമ്മുടെ അൺനോൺ EMF. ഇതൊരു SPDT സ്വിച്ചാണ്, സിംഗിൾ പോൾ ഡബിൾ ത്രോ ആണ്. ഇതൊരു നൾ ഡിഫ്ലക്ഷൻ കാണിക്കാൻ ഗാൽവനോമീറ്റർ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വർക്കിംഗ് കറണ്ട് 10 മില്ലി ആംപിയർ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം അസ്യൂം ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വോൾട്ടേജ് 1.086 വോൾട്ട് ആണെങ്കിൽ നമുക്ക് ആ ഒരു വോൾട്ട് ഈ ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ കാണിക്കണമെങ്കിൽ ഈ ഗാൽവനോമീറ്റർ കാലിബ്രേറ്റ് പൊസിഷനിൽ ഇടുമ്പം ഈ പോയിന്റിൽ നിന്ന് ഇവിടെയും 1.0816 വോൾട്ടും ഇവിടെയും 1.0816 വോൾട്ടും ആണെങ്കിൽ എന്ത് ചെയ്യും? ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ കാണിക്കും. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല, കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പം ഇവിടെ അത് കിട്ടണമെങ്കിൽ ഏത് പോയിന്റിൽ വെക്കണം? വർക്കിംഗ് കറണ്ട് 10 മില്ലി ആംപിയർ ആയത് കാരണം 101 × 101.86 സെൻറ്റിമീറ്ററിൽ നമ്മൾ സ്ലൈഡ് വയർ പൊട്ടൻഷ്യോമീറ്റർ സെറ്റ് ചെയ്യുന്നു. അന്നേരം എന്ത് ചെയ്യണം? ഗാൽവനോമീറ്റർ എന്ത് ചെയ്യണം? നൾ ഡിഫ്ലക്ഷൻ കാണിക്കണം. പക്ഷേ നൾ ഡിഫ്ലക്ഷൻ ആയിരിക്കില്ല. കാരണം എന്താ? വർക്കിംഗ് കറണ്ട് 10 മില്ലി ആംപിയർ അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? വർക്കിംഗ് കറണ്ട് 10 മില്ലി ആംപിയർ ആക്കണം. അതിനാണ് ഈ റിയോസ്റ്റാറ്റ് RH ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ RH വേരി ചെയ്യും. RH വേരി ചെയ്ത് കഴിയുമ്പോൾ എന്താ? ഈ ബാറ്ററി ഡിവൈഡ് ബൈ RH ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഒരു കറണ്ട് 10 മില്ലി ആംപിയർ കറസ്പോണ്ടിങ് പോകുന്നു. അപ്പം എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ വോൾട്ടേജ് 1.0816 ആവുന്നു. ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാലിബ്രേറ്റ് ചെയ്യുന്നു. കാലിബ്രേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ റിയോസ്റ്റാറ്റിൽ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ നേരെ ടെസ്റ്റിലേക്ക് ഇടുകയാണ്. ടെസ്റ്റ് നമ്മുടെ അൺനോൺ EMF ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത് പൊട്ടൻഷ്യോമീറ്ററിൽ. ഈ അൺനോൺ EMF എങ്ങനെ മെഷർ ചെയ്യാം? ഈ പോയിൻ്റ് എന്ത് ചെയ്തു?
ഇങ്ങനെ വന്നു, കണക്ഷൻ ഇങ്ങനെയായി. അപ്പോൾ എന്തായി, ഇവിടെ 1.0816 വോൾട്ട് ഉണ്ട്, ഇവിടെ എന്താണ്, അതല്ല വോൾട്ട് അല്ലേ, ഇവിടെ ഒരു അൺനോൺ വോൾട്ടേജ് ആണ് ഇവിടെ. അപ്പോൾ ഈ അൺനോൺ വോൾട്ടേജ് ഇവിടെ ആക്കണം. നമ്മളെങ്ങനെ ആക്കും, നമ്മൾ ഈ സ്ലൈഡ് വയർ പൊട്ടൻഷ്യോമീറ്റർ എങ്ങനെ നീക്കും അല്ലേ, നീക്കിയിട്ട് എപ്പോഴാണോ നൾ ഡിഫ്ലക്ഷൻ വരുന്നത് അത്രയും നീക്കും. പക്ഷേ അത്രയും നീക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നൾ ഡിഫ്ലക്ഷൻ വരുന്നവരെ നീക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ, വർക്കിംഗ് കറണ്ട് 10 മില്ലി ആംപിയർ ആണ്. ഇങ്ങനെയാണ് ഒരു DC പൊട്ടൻഷ്യോമീറ്റർ, സ്ലൈഡ് വയർ പൊട്ടൻഷ്യോമീറ്റർ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കാലിബ്രേഷനാണ്, അമ്മീറ്ററും വോൾട്ട്മീറ്ററും എങ്ങനെയാണ് കാലിബ്രേറ്റ് ചെയ്യണതെന്നും കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് തിയറി നോക്കാം. A potentiometer is an instrument designed to measure an unknown voltage by comparing it with a known voltage. ഒരു നോൺ വോൾട്ടേജ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വോൾട്ടേജ് ഉണ്ടായിരുന്നു. The known voltage may be supplied by a standard cell or any other reference source. The measurement using comparison methods are capable of high degree of accuracy because the result obtained does not depend upon the actual deflection of a pointer, as in the case of a deflection method, but only upon the accuracy with which the voltage ഓഫ് ദ. അപ്പോൾ എന്തിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റാൻഡേർഡ് വോൾട്ടേജിൻ്റെ അക്യുറസീനെയാണ് ഇതിൻ്റെ അക്യുറസി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അനന്തർ അഡ്വാൻറ്റേജ് ഓഫ് പൊട്ടൻഷ്യോമീറ്റർ ഇസ് ദാറ്റ് പൊട്ടൻഷ്യോമീറ്റർ മേക്ക് യൂസ് ഓഫ് എ ബാലൻസ് ഓർ നൾ കണ്ടീഷൻ. നൾ കണ്ടീഷൻ ആയത് കാരണം നോ കറണ്ട് ഫ്ലോസ്, ഹെൻസ് നോ പവർ ഇസ് കൺസ്യൂംഡ് ഇൻ ദ സർക്യൂട്ട് കണ്ടെയ്നിങ് ദ അൺനോൺ EMF വെൻ ദി ഇൻസ്ട്രുമെൻറ്റ് ഈസ് ബാലൻസ്ഡ്. ബാലൻസ്ഡ് ആകുമ്പം അവിടെ വേറെ പവർ ലോസ് ഒന്നും ഉണ്ടാകുന്നില്ല. Thus, determination of voltage by potentiometer is independent of the source resistance. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു തിയറി. അതിൻ്റെ വർക്കിംഗ് ആണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ വോൾട്ട്മീറ്ററും അമ്മീറ്ററും കാലിബ്രേറ്റ് ചെയ്യുന്നത്? Since potentiometer measure voltage, it can be used to determine the current simply by measuring the voltage drop produced by unknown current passing through. നമുക്ക് എങ്ങനെയായിരിക്കും കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, വോൾട്ടേജ് നമുക്ക് ഓൾറെഡി മെഷർ ചെയ്യാൻ പറ്റും. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒരു നോൺ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് കറണ്ട് വളരെ ഈസിലി മെഷർ ചെയ്യാൻ പറ്റും. ഇനി കാലിബ്രേഷൻ ഓഫ് വോൾട്ട്മീറ്റർ ആണ്. കാലിബ്രേഷൻ ഓഫ് വോൾട്ട്മീറ്ററിൻ്റെ ഫിഗറാണിത്. എന്താണ്, നമ്മൾക്കൊരു DC സപ്ലൈ ഉണ്ട്, ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റും കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു വോൾട്ടേജ് കിട്ടുകയാണ്. ആ വോൾട്ടേജാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൊട്ടൻഷ്യോമീറ്ററിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ പൊട്ടൻഷ്യോമീറ്ററിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ആ ഒരു അൺനോൺ വോൾട്ടേജിൻ്റെ വാല്യൂ കിട്ടും. ആ അൺനോൺ വോൾട്ടേജിൻ്റെ വാല്യൂ തന്നെയാണ് ഈ വോൾട്ട്മീറ്ററിലെങ്കിൽ അത് കാലിബ്രേഷൻ കറക്റ്റാണ്. അപ്പോൾ അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എ സ്യൂട്ടബിൾ സ്റ്റേബിൾ DC voltage is supplied. DC supply is needed. Any changes in supply voltage will cause corresponding change in voltmeter calibration. പിന്നെന്താണ്, അപ്പം ഇതിൻ്റെ അകത്ത് സപ്ലൈ വോൾട്ടേജിന് ചേഞ്ച് വരികയാണ്, അതിനനുസരിച്ച് നമ്മുടെ വോൾട്ട്മീറ്ററിലും മാറ്റം വരും. Potential divider circuit consists of two rheostats. One is for course and other for fine adjustment of the calibrating voltage. This control can be controls are connected to the supply source with the help of this. And with the help of this control, it is possible to control the voltage so that the pointer coincides exactly with a major division of the voltmeter. The voltage across the voltmeter is stepped down to a value suitable for the application. എന്ത് ചെയ്യാണ്, ഇവിടെ ഈ ഒരു ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വോൾട്ടേജ് റേഷ്യോ ബോക്സ്. ഇത് എന്തിനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ വോൾട്ട്മീറ്റർ ചിലപ്പോൾ ഒരു 1 വോൾട്ടിലായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഫൈനും കോഴ്സും അഡ്ജസ്റ്റ്മെൻറ്റ്. ആ 1 വോൾട്ട് തന്നെ പൊട്ടൻഷ്യോമീറ്ററിൽ പറ്റണം എന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാണ്, നമുക്ക് വോൾട്ടേജ് റേഷ്യോ ബോക്സ് വെച്ചിട്ട് ഇഷ്ടമുള്ള വോൾട്ടേജിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. The voltage across the voltmeter is stepped down to a value suitable for the application of the potentiometer with the help of volt ratio box. For accuracy measurement, it is necessary to measure voltage near to maximum range of potentiometer as far as possible. അപ്പോൾ എന്താണ്, മാക്സിമം റേഞ്ച് ഓഫ് പൊട്ടൻഷ്യോമീറ്ററിൽ വർക്ക് ചെയ്യുന്നതാണ് അക്യുറസി മെഷർമെൻറ്റിന് നല്ലത്. The potentiometer measures the true value of voltage. If the potentiometer reading does not agree with the voltmeter reading, a negative or positive error is indicated. കണ്ടോ, പൊട്ടൻഷ്യോമീറ്ററിൻ്റെ റീഡിങ്ങും വോൾട്ട്മീറ്ററിൻ്റെ റീഡിങ്ങും സെയിം ആണെങ്കിലാണ് അവിടെ എറർ ഇല്ലാത്തത്. A calibration curve can be plotted with the help of the reading of voltmeter and potentiometer. വോൾട്ട്മീറ്ററും പൊട്ടൻഷ്യോമീറ്ററും കൂടി കമ്പയർ ചെയ്തിട്ടാണ് കാലിബ്രേഷൻ നടക്കുന്നത്. ഇത്രയേ ഉള്ളൂ വോൾട്ട്മീറ്ററിൻ്റെ കാലിബ്രേഷൻ. ഇനി അമ്മീറ്ററിൻ്റെ കാലിബ്രേഷനാണ്. കാലിബ്രേഷൻ ഓഫ് അമ്മീറ്റർ. ഇവിടെ എന്താണ്, കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റും ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. ഇവിടെ എന്താണ്, പൊട്ടൻഷ്യോമീറ്ററിലേക്ക് പോകുന്ന വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആ വോൾട്ടേജ് അറിയാം, നമുക്ക് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് എസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇക്വേഷനിൽ നിന്ന്. ആ കറണ്ടും ഈ അമ്മീറ്റർ റീഡിങ്ങും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കാലിബ്രേറ്റഡ് ആണോ എന്ന് നോക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം. A standard resistance of suitable value and sufficient current carrying capacity is placed in series with the ammeter under calibration. അമ്മീറ്ററിന് സീരീസ് ആയിട്ടൊരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്, അതിൻ്റെ വാല്യൂ നമുക്കറിയാം. ആൻഡ് എന്താണ്, സഫിഷ്യൻറ്റ് കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഉള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്.
ദ വോൾട്ടേജ് അക്രോസ് ദ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഇസ് മെഷർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസിലുള്ള വോൾട്ടേജ് എങ്ങനെ മെഷർ ചെയ്യും? പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്ത് നമ്മൾ മെഷർ ചെയ്യും. അങ്ങനെ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? കറണ്ട് I = VS/S എന്ന് നമ്മൾ കണ്ടുപിടിക്കും. VS എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് അക്രോസ് ദ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്. അതാണ് പൊട്ടൻഷ്യോമീറ്റർ കാണിക്കുന്നത് അല്ലേ? അതാണ് പൊട്ടൻഷ്യോമീറ്ററിലേക്ക് കൊടുക്കുന്നത്. ഈ എസ്സിന് അക്രോസുള്ളതാണ് പൊട്ടൻഷ്യോമീറ്ററിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യും? എസ് എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ് ഓഫ് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആണ്. പിന്നെന്താ? സിൻസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഇസ് അക്യുറേറ്റ്ലി നോൺ ആൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഇസ് മെഷർഡ് ബൈ പൊട്ടൻഷ്യോമീറ്റർ, ദിസ് മെത്തേഡ് ഓഫ് കാലിബ്രേറ്റിംഗ് ആൻ അമ്മീറ്റർ ഈസ് വെരി അക്യുറേറ്റ്. A calibration curve indicate error at various scale reading of the ammeter may be plotted. ഇതിൻ്റെ അകത്തും നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യാണ്? കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചതും അമ്മീറ്റർ റീഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് അത് കാലിബ്രേറ്റഡ് ആണോ, ആ അമ്മീറ്റർ കാലിബ്രേറ്റഡ് ആയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതോടെ നമ്മളുടെ മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു.